ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ, എല്ലാ ദിവസവും വചനം കേൾക്കാൻ തൽപരരായ എൻ്റെ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, നിങ്ങൾക്കെൻ്റെ വിനീതമായ സ്നേഹവന്ദനം ഇന്നും അറിയിക്കുന്നു. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് ഈ ആണ്ടവസാനം വരെയും നമ്മെ ഉള്ളം കയ്യിൽ വഹിച്ച് കൃപകൾ തന്ന് ഇത്രത്തോളം സ്നേഹത്തോടും കരുതലോടും പ്രീതിവാത്സല്യത്തോടും കൂടി നടത്തിയ നമ്മുടെ കർത്താവിനെ 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും കരയറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അതിവിനീതമായി സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവാലോചനയ്ക്ക് ആധാരമായ വേദവാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല. എന്നാൽ നിന്റെ ജ്ഞാനമാഹാത്മ്യത്തിൻ്റെ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നതുമില്ല. ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. ശേബാരാജ്ഞി പറയുക ശലോമോനെക്കുറിച്ച്. ആ സംഭവം വേദപുസ്തകദ്വാര നിങ്ങൾക്ക് അറിവുള്ളതാണെന്ന് വിചാരിക്കുന്നു. ശലോമോനെ ദൈവമായ കർത്താവ് സ്വർഗീയ ജ്ഞാനം കൊണ്ടും ദിവ്യമായിരിക്കുന്ന അനുഗ്രഹം കൊണ്ടും ഭൂമിയിലെ സമ്പത്ത് കൊണ്ടുമെല്ലാം ദൈവം അനുഗ്രഹിച്ചു. ദൈവത്താൽ ഇസ്രായേലിൻ്റെ രാജാവാകാൻ വേണ്ടി അപ്പന് വാഗ്ദത്തം കൊടുത്ത് നിയുക്തനാക്കപ്പെട്ട രാജാവാണല്ലോ ശലോമോൻ. ശലോമോനെ ദൈവമായ കർത്താവ് തൻ്റെ ബാല്യത്തിൽ അപ്പന് പകരക്കാരനായി രാജാവാക്കി. രാജഭാരം ഏറ്റ് അപ്പൻ്റെ മരണത്തിന് ശേഷം ദൈവമായ കർത്താവ് പ്രത്യക്ഷനായി വരം ചോദിച്ചോളം പറഞ്ഞ്, അങ്ങനെ ഈ വലിയ ജനസമൂഹത്തെ നയിപ്പാനുള്ള വിവേകം മാത്രം മതി ദൈവമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വിനീതനാകുമ്പോൾ, താഴുമ്പോൾ നമ്മുടെ ദൈവത്തിന് മഹാപ്രസാദം തോന്നിയിട്ട് ജ്ഞാനം മാത്രമല്ല സമ്പത്തും കഴിവും എല്ലാം വാരിക്കോരി കൊടുത്തു. ഒരുത്തനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ നടപടി കൊണ്ടും വാക്കുകൊണ്ടും താഴ്മ കൊണ്ടും വിനയം കൊണ്ടൊക്കെയാണ് ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ടോ നമ്മുടെ പുറമേയുള്ള എന്തെങ്കിലും കൊണ്ടല്ല. നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യം, വിനീതനാകുക, വിനയനാകുക, നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് നമ്മുടെ ബലഹീനത മനസ്സിലാക്കി അതിനു വേണ്ടി ദൈവത്തോട് പറയുക, സംസാരിക്കുക. ഇതൊക്കെ ദൈവത്തിന് എത്ര ഇഷ്ടമാണെന്നറിയാമോ? ശലോമോൻ്റെ ആദ്യകാലത്ത്, തുടക്കകാലത്തൊക്കെ ദൈവം ഒത്തിരി അവനെ സ്നേഹിച്ചു എന്നൊക്കെ തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, ദൈവത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ നമ്മുടെ ജീവിതം വിനയമാക്കുക, ഉത്തരവാദിത്വം അറിഞ്ഞ് താഴ്മയോടെ നമുക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കി നമുക്ക് ആ കഴിവില്ല എന്ന് വിനീതനായി താഴ്മയോടെ ദൈവത്തോട് പറയുമ്പോൾ സ്വർഗത്തിന് നമ്മളോട് സ്നേഹം കൂടുകയുള്ളൂ. ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വിവേകത്തിന് വേണ്ടി കേഴുമ്പോൾ, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണ് എനിക്കെന്ന് മനസ്സിലാക്കുമ്പോൾ, ആ തിരിച്ചറിവ് ദൈവത്തോട് പങ്കുവെക്കുമ്പോൾ അത്രയും ദൈവത്തിനിഷ്ടം വേറെ ഒന്നിനോടും ഒരാളോടും ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ശലോമോൻ്റെ ഭാഗം വായിക്കുമ്പോൾ. കാരണം നമ്മൾ ദൈവത്തെ ഭൗതികതയ്ക്കും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ കാര്യസാധ്യത്തിനും നമ്മുടെ അഹങ്കാരത്തിനും ആഡംബരത്തിനും നമ്മൾ മറ്റാരെയോ തോൽപ്പിക്കാനും ഒക്കെയാണ് ദൈവത്തെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. അത്രേ പറയുന്നുള്ളൂ. അതല്ല, നമുക്ക് ജീവിക്കണം. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കയ്യിൽ അസാധാരണ ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, പരിജ്ഞാനമുണ്ട്. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നേയില്ല, ചോദിക്കാറേയില്ല, അന്വേഷിക്കാറേയില്ല. ഇതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയേ. ശലോമോനോടെന്ന വണ്ണം ദൈവത്തിന് പ്രീതിവാത്സല്യവും സ്നേഹമൊക്കെ ഉണ്ടാവും. അരിയില്ലേ, ഉപ്പില്ലേ, മുളകില്ലേ, തുണിയില്ലേ എന്ന് മാത്രം പറയാതെ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് തത്തുല്യമാകാനുള്ള ജ്ഞാനം, വിവേകം, താഴ്മ, വിനയം ഇതൊക്കെ വേണം എന്നെ ഞാനാക്കാൻ, എന്നെ നന്നാക്കാൻ, എൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനല്ല, എന്നെ നന്നാക്കാൻ. എനിക്ക് വേണ്ടത് അത് തിരിച്ചറിഞ്ഞ് ചോദിക്കുന്നവരെ ദൈവത്തിന് എന്തിഷ്ടമാണെന്നറിയാമോ? അതൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഈ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ സത്യത്തിൽ ശരിയല്ലേ എന്ന് വചനത്തിൻ്റെ മുമ്പിൽ ധ്യാനിപ്പാനും ചിന്തിപ്പാനും കഴിവുള്ള ആളുകൾ
ചിന്തിച്ചു നോക്ക്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം അതൊക്കെയാണ് കേട്ടോ. എന്താണെങ്കിലും ശലോമോനെ ദൈവം വാരിക്കോരി അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം സിംഹാസനത്തിലിരിക്കുന്ന ആദ്യ കാലങ്ങളിൽ അത് വെളിപ്പെട്ടു. അയൽ രാജ്യങ്ങളിൽ പോലും ആ കാര്യം ശ്രുതി പരന്നു. മറ്റ് രാജ്യങ്ങളിൽ, അവരുടെ കൊട്ടാരങ്ങളിൽ, അവരുടെ കോടതികളിൽ തീരാത്ത വിഷയം ശലോമോൻ്റെ അരമന സമുച്ചയത്തിനകത്ത് ശലോമോൻ്റെ മുമ്പിൽ വന്നു. അതിജ്ഞാനം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, അടുത്ത രാജ്യത്തിൻ്റെ വിഷയങ്ങൾ പോലും ശലോമോൻ്റെ അടുക്കൽ വന്ന് പരിഹരിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. വേദപുസ്തകം വായിച്ചാലും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണ് ശേബാരാജ്ഞി ശലോമോനെക്കുറിച്ച് കേട്ടിട്ട് ശലോമോനെ കാണാൻ വേണ്ടി വരിക. കാണാൻ വേണ്ടി വന്നിട്ട് അതിൻ്റെ ആ കണ്ടതിന് ശേഷം ആത്മനിർവൃതിയോടെ അങ്ങ് അത്ഭുത പരതന്ത്രയായി ശേബാരാജ്ഞി പറഞ്ഞ വാക്കാണ് ഈ 6-ാം വാക്യത്തിനകത്തെ. ഞാൻ ഇന്ന് എടുത്തു പറയാൻ വേണ്ടി ഒരു സെൻറ്റൻസ് മാത്രമല്ല ആവർത്തിച്ച് പറഞ്ഞോളൂ. അത് തന്നെയാണ് ഇന്നത്തെ ചിന്തയ്ക്കും ആധാരമാക്കുന്നത്. എന്താ ശേബാരാജ്ഞി പറഞ്ഞത്? ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. അത് നമ്മുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ആത്മീകരായിരിക്കുന്ന ആളുകൾ, കർത്തൃദാസന്മാർ, ദൈവമക്കൾ, പ്രാർത്ഥനക്കാർ, വിശ്വാസികൾ, വിശുദ്ധന്മാർ, ദൈവം എൻ്റെ അപ്പനാന്ന് പറയുന്നവർ ആ വാചകം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഒത്തിരി നല്ലതാട്ടോ. കാരണം നമ്മളിൽ പലപ്പോഴും സംഭവിക്കുന്നത്, പുറമേ നിന്ന് ആളുകൾ വലിയ സംഭവമാണെന്ന് കേൾക്കും. നമ്മുടെ കൂടെയൊക്കെ ഒന്ന് നിന്ന് 2 ദിവസം കഴിയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകും ഇത് വെറും പടക്കമാണെന്ന്. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളും എത്ര നാണക്കേടുമാണ് ഇന്ന് നാട്ടിൽ മുഴുവൻ നടക്കുന്നത്. ഞാൻ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മിടുക്കം ചമയുകയല്ല, മനസ്സിനകത്ത് വളരെ വിനീതനായി പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ജനസമക്ഷം ജീവിക്കാൻ കഴിയണം. വേദപുസ്തകത്തിൽ നിന്ന് ഒരു സത്യം ബോധ്യമാകുമ്പോൾ അതിൻ പ്രകാരം ജീവിക്കാൻ, അങ്ങനെ തന്നെ ആകാനുള്ളൊരു വ്യഗ്രത നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ അവരെയും ദൈവം സഹായിക്കും. ഈ വാക്കൊന്നോടെ കേട്ടെ. ദൂരത്തിരുന്നുകൊണ്ട് ശലോമോനെക്കുറിച്ച് ഈ രാജ്ഞി കേട്ടു. എന്തൊക്കെയാകാം, എന്താണെങ്കിലും നല്ല കാര്യങ്ങൾ തന്നെയാണ്. ബഹുജ്ഞാനത്തിൻ്റെ ഉടമയായിരിക്കുന്ന ഈ മനുഷ്യനും, ഈ മനുഷ്യൻ്റെ സെറ്റപ്പും, അദ്ദേഹത്തിൻ്റെ കുടുംബവും, അതിൻ്റെ ക്രമീകരണവും, അവിടെ നിൽക്കുന്ന ആളുകളുടെ ആ വരവും പോക്കും, അവരുടെ ഡിസിപ്ലിനും, അവിടുത്തെ കൊട്ടാരവും, അതിൻ്റെ ക്ലീനിങ്, അതിൻ്റെ എന്ത് വേണ്ട, ഇതെല്ലാം പലയിടത്തും ചില ആളുകൾ ഭയങ്കര അറിവും ജ്ഞാനവും കഴിവും കൃപയുള്ള ആളായിരിക്കും. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, തൂത്തുവാരി പോലും ചെയ്തിട്ട് എല്ലാം കൂടി വാരിക്കൂട്ടിയിട്ടിരിക്കുന്നു. അവരുടെ ഞാൻ പറയണ്ടല്ലോ, അറിയാലോ. നമുക്ക് ജ്ഞാനം, ശലോമോന് കുറേ ജ്ഞാനം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓഫീസിനകത്ത് കയറി വാതിലടച്ചു, ചുറ്റുവട്ടവും നോക്കിയില്ല. അതല്ല, മൊത്തത്തിൽ ആളുകൾ നോക്കും. രാജ്ഞി നോക്കി, മിടുക്കിയ രാജ്ഞി. കയറി വന്ന വഴി വാതിൽ മുതൽ, പരിസരം മുതൽ, ആളുകളെ മുതൽ, അടുക്കള മുതൽ സകലതും നോക്കി. ചുമ്മാ ഒരു കെട്ട് ജ്ഞാനവും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനല്ല. ആ ജ്ഞാനത്തിന് തക്കവണ്ണം ആ വീടും പരിസരവും കൂടെ നിൽക്കുന്നവരൊക്കെ അതിൻ്റെ ഗെറ്റപ്പിലാണ്. അങ്ങനെ വേണം. അത് കണ്ട് ഈ രാജ്ഞി അമ്പരന്ന് പോയി. അവളൊരു അടിക്കുറിപ്പ് പറഞ്ഞത്, ഞാൻ അവിടെ ഇരുന്ന് കേട്ടതിനേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. പ്രിയരെ, നമ്മൾ രാജാവും കൊട്ടാരമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു കൃപയുണ്ടെന്ന്, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന്, നാം പ്രാർത്ഥനക്കാരാണെന്ന്, നമ്മൾ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ജീവിക്കുന്നവരാണ് എന്ന ബോധ്യം നമ്മുടെ അകത്ത് വരുമ്പോൾ, അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ കളിയാക്കാൻ, നിന്ദിക്കാൻ, തിരിച്ച് അവർക്ക് മുതുകിന് തല്ലാനുള്ള വടി നമ്മളായിട്ടിട്ട് കൊടുക്കരുത്. നമുക്ക് 2025 ആത്മാർത്ഥമായിട്ടൊരു ഇച്ചിരി നേരമെങ്കിലും ഇത് കേട്ടിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, അടുത്ത ആണ്ടിൽ ആളുകൾ കേട്ടതിനേക്കാൾ എന്നിലുള്ള കൃപ, എൻ്റെ ശുശ്രൂഷ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതം, പ്രൊഫഷണൽ സൈഡിൽ നിങ്ങൾ ഡോക്ടറോ എൻജിനീയറോ ടീച്ചറോ ആരും ആകട്ടെ, നിങ്ങളെക്കുറിച്ച് ആളുകൾ കേട്ടു. നിങ്ങളുടെ അടുക്കൽ ചികിത്സയ്ക്കോ പഠിപ്പിക്കാനോ ഒരു അഡ്വൈസിനോ എന്തിനു വേണമെങ്കിലും വന്നു. നിങ്ങൾ അഡ്വക്കേറ്റോ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ആ പ്രൊഫഷണൽ വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളൊരു കൈത്തൊഴിൽ ചെയ്യുന്ന ഞാൻ എപ്പോഴും പറഞ്ഞ തയ്യൽക്കാരനായിക്കോട്ടെ, നിങ്ങളുടെ അടുക്കൽ തയ്ക്കാൻ കൊണ്ടുവന്ന് തയ്ച്ചു കൊടുത്തു വിടുമ്പോൾ പറയണം, ഗംഭീരമായിരിക്കും, ഞാൻ കേട്ടതിനേക്കാൾ ഗംഭീരമായിരിക്കും, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭയങ്കരമായിരിക്കും എന്നൊന്ന് പറയിപ്പിക്കാമോ? പറ്റും. ദൈവത്തെ കൂട്ടുപിടിച്ച് സ്വർഗീയ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നു കഴിഞ്ഞാൽ നടക്കും. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായെന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം കേട്ടോ. 7-8 വാക്യമൊക്കെ വായിക്കണം.
8-ാം വാക്യം വായിച്ചപ്പോഴത്തേക്ക് എഴുതിയിരിക്കുക, ഈ ശലോമോൻ കേട്ടതിനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് കണ്ടപ്പോൾ ഈ രാജ്ഞി, ഈ സ്ത്രീ പറഞ്ഞു കേട്ടോ, നിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഞാൻ അങ്ങനെ വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, ചുമ്മാ ദൈവത്തിന് മഹത്വം കിട്ടിക്കൊണ്ടിരുന്നു. ചുമ്മാ എന്നൊരു വാക്ക് വിട്ടേക്കണേ. പക്ഷെ ആ വാക്ക് ഞാൻ എൻ്റെ തനതായ സരള ശൈലി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഒരു മനുഷ്യൻ കേട്ടതിനേക്കാൾ ശ്രേഷ്ഠനായി ജീവിച്ചപ്പോൾ അവനെ സൃഷ്ടിച്ച, അവന് കൃപ കൊടുത്ത, അവന് പദവി കൊടുത്ത, അവന് കസേര കൊടുത്ത, അവന് അധികാരം കൊടുത്ത ആ ദൈവത്തെ അന്യജാതിക്കാരിയായിരിക്കുന്ന രാജ്ഞി പോലും അങ്ങ് വാഴ്ത്താൻ തുടങ്ങി. ഇവൻ്റെ ദൈവം ദൈവമാണ്, ഇവൻ്റെ ദൈവം മഹത്വമുള്ളവനാണ്. കേട്ടതിനേക്കാൾ ശ്രേഷ്ഠമായാൽ അതിൻ്റെ മഹത്വവും ക്രെഡിറ്റും മുഴുവൻ നമ്മുടെ ദൈവത്തിന് കിട്ടും. നമ്മൾ പെരുമ്പറ കൊട്ടിയില്ലെങ്കിലും അത് കിട്ടും. ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. 9-ാം വാക്യത്തിലേക്ക് കയറുമ്പോഴേ, അയ്യോ, ഈ ശലോമോന് കൊടുത്ത രത്നവും സുഗന്ധവും പിന്നെ അവിടെ കൊണ്ടുവന്ന് കൊടുത്ത പൊന്നും ഇതിനൊന്നും കണക്കില്ല. ലോകത്തിൽ അന്ന് വരെ ഉണ്ടായിട്ടില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? വലിയ പണപ്പിരിവ് നടത്തിയിട്ടോ വലിയ ഭണ്ണാരക്കുറ്റി വെച്ചിട്ടോ അല്ല. മര്യാദയ്ക്ക് ജീവിച്ച് കേട്ടതിനേക്കാൾ ശ്രേഷ്ഠനായപ്പോൾ അവൻ്റെ മുമ്പിൽ കാഴ്ച വന്നു, അവൻ്റെ മുമ്പിൽ സമ്മാനങ്ങൾ വന്നു, പൊന്നു വന്നു. ഞാനിങ്ങനെ പറഞ്ഞ് നിർത്താം. ഇനി എന്തിനാ ഞാൻ കൂടുതൽ പറയണേ? ദൈവം തന്ന ഒരവസരമായി ജീവിതം, ഈ പദവി, അത് മാന്യവും മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ നമ്മുടെ മുമ്പിൽ ശ്രേഷ്ഠമായ നന്മകൾ വരും. വിചാരിക്കാത്തത്, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത വിദേശ നന്മകൾ അവൻ്റെ മുമ്പിൽ വന്നില്ലേ? വിദേശ നന്മ വരാൻ വേണ്ടിയിട്ട് നമ്മൾ തന്ത്രവും കുന്തറവും ഒന്നും ചെയ്യണ്ട. ദൈവത്തിന് വേണ്ടി ജീവിക്കുക. കേട്ടതിനേക്കാൾ ശ്രേഷ്ഠമാകാൻ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥിതി മാറും. അടുത്ത കൊല്ലമെങ്കിലും നമുക്ക് നെടുമ്പാട് വീണ് കരയാം, കുറവുകൾ ഏറ്റു പറയാം, പോരായ്മകൾ സമ്മതിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ, ഈ ലോകം പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് ജീവിച്ച് തെളിയിക്കാം. കേട്ടതിനേക്കാൾ ശ്രേഷ്ഠരാകാം. പറ്റും. ഞാൻ എല്ലാവരോടും പറയുന്നു, പറ്റും. ഇച്ചിരി ശ്രദ്ധിച്ചാൽ മതി. ഇനിയും നമുക്ക് സമയമുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ശലോമോൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരേടും കൂടി ഞങ്ങളെ ഒത്തിരി പഠിപ്പിച്ചു. ഞാനത് ഒത്തിരി ചിന്തിച്ചു. അതുപോലെ തന്നെ ആകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വാക്ക് കേട്ട് അടുത്ത ആണ്ടുകൾ ഇതുപോലെ ധന്യരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ശലോമോനെ അനുഗ്രഹിച്ചതുപോലെ എൻ്റെ അപ്പൻ അവരെ കൂടി അനുഗ്രഹിക്കണേ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്നവർ എല്ലാവരെയും കരുതണേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.